നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ, നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ അവർക്ക് കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യുന്നതെന്നുള്ള എനർജിയാണ് കേട്ടോ നോക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ. കാരണം ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കണം. സോൾ കണക്ഷൻസ് എടുത്താണ് നമ്മൾ നോക്കുന്നത്, പുറമേ കാണുന്നതല്ല. ഒരു വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും എന്നുള്ളത് മനസ്സിലാക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിലെ ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വളരെയധികം ഉപകരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്റ്റ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്കിതിനകത്ത് നോക്കാൻ പോണ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉള്ള റീഡിങ്സ് ഇത് തന്നെയാണ് കേട്ടോ കണക്റ്റഡായി വന്നിരിക്കുന്നത്. മെയ് മാസക്കാരുടെ എനർജിയും അതുപോലെ തന്നെ ജൂൺ മാസത്തിൻ്റെ എനർജിയും അതുപോലെ ജൂലൈ മാസത്തിൻ്റെ എനർജിയും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു എനർജിക്കുള്ളിൽ. എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച്. ചില എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി കണക്റ്റഡ് ആണ്. കാരണം തേർഡ് പാർട്ടി എനർജിയിലേക്ക് നിൽക്കുന്നത് ഫാമിലി എനർജി, മാര്യേജ് ചെയ്ത വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ തേർഡ് പാർട്ടിയായിട്ട് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എനർജി കണക്റ്റഡ് ആവുമ്പോൾ ഫാമിലിയാണ് തേർഡ് പാർട്ടി ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. കുറച്ച് എനർജികളിൽ വളരെ സ്ട്രോങ് ആയിട്ടത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്നത് വളരെയധികം കണക്റ്റഡ് ആണ്. വിവാഹം, മാര്യേജ് എനർജിയാണ് തേർഡ് പാർട്ടി ആയിട്ട് വളരെ സ്ട്രോങ്ങിൽ നിൽക്കുന്നത്. എന്താണെങ്കിലും 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ നിരാശപ്പെട്ട് അല്ലെങ്കിൽ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അതായത് ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ പറ്റിപ്പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം നിരാശപ്പെടുന്നു, പശ്ചാത്തപിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്ന ഒരു എനർജിയാണ്. ശരിക്കും അവർക്ക് ഭയം വളരെയധികം ശക്തമായിട്ട് അവരിൽ കണക്റ്റഡ് ആണ്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളും കണക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമായിട്ട് കാണാം. അവർക്കറിയാം ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരും, അതല്ലെങ്കിൽ ഒരു കർമ്മ നേരിടേണ്ടി വരും, ചെയ്തു പോയ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ഭയം അവരെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇമോഷണൽ പരമാകുന്ന കാര്യത്തിലാണ് അവർ പശ്ചാത്തപിക്കുന്നത്. അതായത് സ്നേഹം അഭിനയിച്ചു എന്നുള്ള, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യം മിസ്യൂസ് ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം അവരുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവാം. നിങ്ങളോട് എന്തെങ്കിലും ഒരുപാട് കള്ളങ്ങൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ മറച്ചു പിടിച്ചിട്ടുണ്ടാവാം. ഫാമിലി എനർജിയെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഫാമിലി ഉണ്ട് എന്നുള്ള കാര്യമോ ഒക്കെ നിങ്ങളോടും മറച്ചു പിടിച്ചിട്ടുണ്ടാവാം. അതുപോലെ തേർഡ് പാർട്ടി എന്ന എനർജിയിലേക്ക് നോക്കുമ്പോൾ അവരുടെ മുന്നിലും നിങ്ങളെന്ന് പറയുന്ന
വ്യക്തിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയ ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയെന്ന് തന്നെ പറയാം. ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്തും അവർക്ക് തൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ഇമോഷണൽ പ്രോബ്ലംസിനെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ സ്ട്രോങ്ങും വളരെ മെച്യൂരിറ്റിയോട് കൂടിയും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന, അതുപോലെ ഒരു സക്സസ് എനർജിയിൽ തന്നെ നിൽക്കുന്ന, കരിയർ പാതയിലാണേലും അവർ നിൽക്കുന്ന പൊസിഷനിലാണേലും നല്ല ഉയർച്ചയിലും മറ്റുള്ളവരുടെ റെസ്പെക്റ്റൊക്കെ കിട്ടാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം, നിങ്ങളുടെ വ്യക്തിയോട് മറ്റുള്ളവർ അഡ്വൈസ് തേടുന്ന എനർജിയിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വിജയിച്ച വ്യക്തി തന്നെയാണ്, പൂർണ്ണതയിലെത്തിയ വ്യക്തി തന്നെയാണ്. കൂടാതെ തന്നെ വളരെയധികം മെച്യൂരിറ്റിയോട് കൂടി, അതായത് ഏത് ഏജിലാണെങ്കിലും ഒരു മെച്യൂരിറ്റി ഏജിൽ നിൽക്കുന്ന പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഈ ഒരു വ്യക്തിയിൽ കാണുന്നത്. കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി കാണേണ്ടതും സിറ്റുവേഷൻസുകളിൽ എല്ലാ രീതിയിലും പൂർണ്ണതയോടുകൂടി പോസിറ്റിവിറ്റി കണ്ടെത്തേണ്ടതുമായ ഒരു പേഴ്സണാലിറ്റി, ഒരു ലീഡർഷിപ്പ് എനർജിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഇവരെ സംബന്ധിച്ച് നീ രണ്ട് സിറ്റുവേഷൻസിനെയും കണക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളെയും ആ ഒരു പേഴ്സൺ മാറ്റി നിർത്തുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ അവർക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റുകയുമില്ലാത്ത എനർജിയാണ്. ശരിക്കും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ട്രാപ്പ്ഡ് എനർജിയാണ്. അവർ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നിലധികം പ്രശ്നങ്ങളും അവരെ കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പ്രതീക്ഷ, പോസിറ്റീവ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിലും കറൻറ്റ്ലി അവരിപ്പോൾ ഈ ഒരു രണ്ട് സാഹചര്യങ്ങളെ ആണെങ്കിലും മറ്റു പ്രോബ്ലംസിനെ ആണെങ്കിലും പോസിറ്റീവായിട്ട് തന്നെയാണ് ഡീൽ ചെയ്തു പോകുന്നത്. അവരെ സംബന്ധിച്ച് അവർക്കൊന്നും സംഭവിക്കാതെ അവർ വളരെ ശക്തമായ പ്രൊട്ടക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അവരിലൊരു പ്രൊട്ടക്ഷൻ മൈൻഡ് സെറ്റ് തന്നെ അവർ കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഏത് സിറ്റുവേഷൻസിലും അവർ കണക്റ്റ് ചെയ്ത് പോകാനുള്ള ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്നർ വർക്കുകളായിട്ടാണെങ്കിലും അവരുടെ ചുറ്റുപാടിലാണെങ്കിലും അവർ ക്ലിയർ ആയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒന്നും നോക്കാതുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു നിങ്ങളുടെ ഒരു ബന്ധമെന്നും വളരെ ക്ലാരിറ്റിയോടുകൂടി കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് എനർജിയെ ബേസ് ചെയ്തോ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുമുട്ടിയതോ ആകുന്ന ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പൂർണ്ണതമായും അറിഞ്ഞുള്ള ഒരു ബന്ധമല്ല നിങ്ങളുടേത്. കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു പൂർണ്ണതയുള്ള ബന്ധമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളെക്കുറിച്ചും അവർക്കും ഒരു പരിധിക്കപ്പുറത്തേക്ക് അറിവില്ല, അവരെക്കുറിച്ച് നിങ്ങൾക്കും ഒരു പരിധിക്കപ്പുറത്തേക്ക് അറിവില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണെങ്കിലും അതുപോലെയുള്ള ഒരു എനർജിയെ ബേസ് ചെയ്താണ് നിങ്ങളിലേക്ക് ഒരു ബന്ധം വന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു അട്രാക്ഷൻ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലെ അല്ലെങ്കിൽ മുൻ പരിചയം ഉള്ളതുപോലുള്ള ഒരു ഫീലിങ്സ് തോന്നുകയും നിങ്ങളിൽ ആ ഒരു വ്യക്തിയും ആ വ്യക്തിയിൽ നിങ്ങളും സ്റ്റക്കാവുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സറണ്ടർ, കീഴടങ്ങലിനപ്പുറത്തേക്ക് നോക്കുമ്പം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു വിധിയെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ കർമ്മയാണ്, കാർമിക് എനർജി ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു റിലേഷനിൽ നിങ്ങളെ സംബന്ധിച്ചൊരു ഫീലിംഗ് സ്റ്റക്നെസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാതെ പോവുക, ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ. അതായത് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഒന്നും കാണാൻ സാധിക്കാതെ പോകുക, അല്ലെങ്കിൽ ഒരു ഔട്ട്കം ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏഞ്ചൽസിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ബന്ധമാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടേതും. അതുകൊണ്ട് ഇതിനകത്ത് നിന്നും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതാകുന്ന തകർച്ചകളോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റികളോ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാര്യേജ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്, നെഗറ്റീവ് തോട്ട്സുകളുണ്ട്, പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇവർ ഭയന്ന് തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പേടി സ്വപ്നം കാണുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവർക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളുണ്ട്. എന്താണ് വരാൻ പോകുന്നത്, വരും വരായികകളെക്കുറിച്ച് അവർക്കൊരു തീരുമാനമില്ല. കാരണം അവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്, നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ട പേഴ്സൺ തന്നെയാണ്.
അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങളെയും അവർക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടീനെയും അവർക്ക് ഒരു രീതിയിലും കൈയൊഴിയാൻ പറ്റുകയില്ല. അവിടെ വളരെ സ്ട്രോങ്ങും മെച്യൂരിറ്റിയോടും കൂടി നിൽക്കണം. ജഡ്ജ്മെൻറ്റ്, ന്യായം നടപ്പിലാക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഒരു ബന്ധം കണക്റ്റഡ് ആയത് തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ എനർജിയും പിന്നെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും നിങ്ങളെ തമ്മിലുള്ള ഒരു എനർജി കണക്റ്റ് ചെയ്യേണ്ട ബന്ധമാണ്. നിങ്ങളിനി എത്ര മാറിപ്പോയാലും അവരെത്ര മാറിപ്പോയാലും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങളുടെ വിധിയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ വന്ന് ചേർന്ന് അത് നിങ്ങളാണെങ്കിലും ആ ഒരു വ്യക്തിയാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും നമ്മളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യത്തെ നമുക്ക് മാറ്റി വയ്ക്കാനോ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാനോ പറ്റുകയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമുക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു മനസ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണേണ്ട വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയും ടോക്സിക് എനർജിയിലാണ്. കാരണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മദ്യച്ചിട്ട് തുപ്പാനും വയ്യ. കാരണം നിങ്ങളെ ആ ഒരു പേഴ്സണും അവോയ്ഡ് ചെയ്യാനും പറ്റുന്നില്ല. ചുറ്റുപാടും ഒന്നിലധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു സൺ റൈസിംഗ് ആണ്. അതായത് ആ ഒരു അവരുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു ഇടയിലുള്ള തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കൺട്രോളിംഗ് ഉള്ളതും വളരെ നീതിപൂർവ്വം കാര്യങ്ങളെ കാണുകയും വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു. അതായത് വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ കഴിവും പവറുമുള്ള പേഴ്സൺ തന്നെയാണ്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നതിനോട് ആഴത്തിൽ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളുടെ വ്യക്തിയെ പ്രഷ്യസ് ആയിട്ട് കാണുകയും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് സൺറൈസിങ് തന്നെയാണ്, സക്സസ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു എനർജിയിൽ അവരെ സംബന്ധിച്ച് പതുക്കെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പതുക്കെ പുറത്തേക്ക് മാറുന്നത് തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ. തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഇമോഷൻസിൽ നിന്നും പതുക്കെ പിന്മാറാൻ, ഒരു മൂവ് ഓൺ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ പലവട്ടം ശ്രമിക്കുന്നുണ്ട്. എലോൺ എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ്. കാരണം രണ്ട് സാഹചര്യവും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപോലെ തന്നെയാണ്. നിങ്ങളും ആ ഒരു പേഴ്സണ് മൂല്യമുള്ളത് തന്നെയാണ്, തേർഡ് പാർട്ടി മൂല്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നറിയാം. പക്ഷേ ആ ഒരു വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷൻസിനെയും മാറ്റി വെക്കാൻ പറ്റുന്നില്ലാത്ത വിധമുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻസ്, ഒരു കർമ്മ എനർജി എൻഡ് ആകുമ്പം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ വേറെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഒന്നും റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി, എയർ ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് വളരെ നല്ല രീതിയിൽ, വളരെ പോസിറ്റീവായ രീതിയിൽ ആക്ഷൻ എടുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് ഒരു രീതിയിലും സംശയം ഫീൽ ചെയ്യാത്ത വിധം തേർഡ് പാർട്ടീനെ നിങ്ങളുടെ പേഴ്സൺ മാനേജിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് എനർജിയിൽ നിൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സെപ്പോഴും നിങ്ങളിലേക്ക് വേഗം വരാൻ സാധിക്കും. നിങ്ങളുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. നിങ്ങൾക്കും ഒരു മെൻ്റൽ സപ്പോർട്ട് നൽകണമെന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കൂടാതെ തന്നെ ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടിയും ഏത് സിറ്റുവേഷൻസിലും സ്ട്രഗിളിങ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ഇതിനകത്ത് കാണുന്ന ഇമോഷണൽ പെയിൻ ആണ് കേട്ടോ. ഇനി എന്ത് വന്നാലും ഒരു സിറ്റുവേഷൻസ് ചീറ്റിംഗ് നേരിടേണ്ടി വരും. ഒന്നെങ്കിൽ നിങ്ങളിൽ ആ ഒരു ചീറ്റിംഗ് നിങ്ങൾ നേരിടേണ്ടി വരും ഈ ഒരു വ്യക്തിയിൽ നിന്നും, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ചീറ്റിംഗ് നേരിടേണ്ടി വരും. മൂന്നിലൊരു പേഴ്സൺ പെയിൻ എനർജിയിലേക്ക് മാറേണ്ടി വരുന്ന ഒരു റിലേഷൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊരു ബ്ലെസ്സിങ്സ് ആണ് അവർ കാണുന്നത് കേട്ടോ. അവരുടെ ജീവിതത്തിലെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയോ മറന്നു വെച്ച ഒരു എനർജി പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ കണക്ട് ചെയ്യുമ്പം തേർഡ് പാർട്ടിയെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഇമോഷൻസാണ് നിങ്ങളോട് ആ ഒരു വ്യക്തി കാണിക്കുന്നത്. നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്ന് ആ ഒരു പേഴ്സൺ വിട്ടു പോകേണ്ടി വരും എന്ന്
എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. മാത്രവുമല്ല സാമ്പത്തികപരമാകുന്ന ഇടപാടുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ വളരെ ശ്രദ്ധയോടുകൂടി കാണുക. മാത്രമല്ല നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി കാണുന്നത്. അവരുടെ ഉള്ളിലൊരു ഭയമെന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുപോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെയും അവർ ചിന്തിക്കുന്നത് എത്ര നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോയാലും അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ഏത് സിറ്റുവേഷൻ സംഭവിച്ചാലും വീണ്ടും റീകണക്റ്റഡ് ആക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവരുടെ ഉള്ളിൽ നിങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടിയോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ആണ് കേട്ടോ. ഇമോഷണലി കണക്റ്റഡ് ആകേണ്ടി വരുന്നതാണ്. നിങ്ങളോടുള്ളത് വളരെ പ്രഷ്യസ് ആയൊരു ബ്ലെസ്സിങ്സ് ആണെങ്കിൽ തേർഡ് പാർട്ടിയോട് ഫീൽ ചെയ്യുന്ന ഇമോഷൻ കണക്ഷൻസ് ആണ്. കാരണം അവിടെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഒരു എന്താ പറയുക മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്, എന്നാൽ പ്രഷ്യസ് ആയിട്ട് കാണേണ്ടി വരുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരെ വളരെ ശക്തമായിട്ട് മാനേജിങ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്. തേർഡ് പാർട്ടിക്ക് മുന്നിൽ നിങ്ങളുടെ വ്യക്തി വശമതമായി നിൽക്കേണ്ട, അവർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ടോട്ടലി ഈ ഒരു രണ്ട് എനർജീനെ ബേസ് ചെയ്ത് നോക്കുമ്പം അവരൊരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി വിശ്വസ്തയോടുകൂടി തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് എനർജി കാണിച്ചു തരുന്നത് കേട്ടോ. അവർ പ്രാധാന്യം കൊടുക്കും. നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റീയൂണിയൻ എനർജി ഉടനെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽസ് എന്താ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പറയുന്നതെന്ന് നോക്കാം. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കേട്ടോ. ഈ വരുന്ന അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. റിമൈനിങ് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളോട് തുടരുക എന്നാണ് പറയുന്നത്. ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ. നിങ്ങളുടെ ഇൻഡ്യൂഷനെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നാണ് പറയുന്നത്. അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.